വിമർശിച്ചവർക്കും ആക്ഷേപിച്ചവർക്കും തള്ളിപ്പറഞ്ഞവർക്കും വിശ്വവേദിയിൽ അവൻ മറുപടി നൽകിയിരിക്കുന്നു. വെറുമൊരു മറുപടിയല്ല, എണ്ണം പറഞ്ഞ 2 ഗോളിന്റെ നക്ഷത്രത്തിളക്കമുള്ള ഒരു ഗംഭീര മറുപടി. അതാണ് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ. ആത്മവിശ്വാസത്തിന്റെ, തിരിച്ചുവരവിന്റെ, കഠിനാധ്വാനത്തിന്റെ ആൾരൂപമായ ഒരു ഇതിഹാസം. ഏതൊരു മഹാതാരത്തിനും ഒരു കളിക്കാലത്ത് കാൽക്കീലാക്കാൻ കഴിയുന്നതിനപ്പുറം സ്വന്തമാക്കി കഴിഞ്ഞ റൊണാൾഡോയെ ആക്ഷേപിക്കാൻ എതിരാളികൾക്ക് എന്നും ഒരു തിടുക്കമായിരുന്നു. എന്നാൽ തിരിച്ചടികളും വെല്ലുവിളികളും തനിക്ക് ഏറ്റവും ഊർജം നൽകുന്നതെന്ന് ആരാധകരുടെ പ്രിയപ്പെട്ട റോണോ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. അതും 41-ാം വയസ്സിൽ. 6 ലോകകപ്പിൽ ഗോൾ നേടുന്ന ആദ്യ താരമെന്ന ബഹുമതിയും റൊണാൾഡോ സ്വന്തമാക്കുകയാണ്. ലോകകപ്പിലെ ആദ്യ കളിയിൽ അനുഭവിച്ച അതിഭീകരമായ ഒറ്റപ്പെടലിന്റെ ആഘാതത്തിൽ ഹൃദയമുറിഞ്ഞ റോണോയെ കാത്തിരുന്നത് കുറ്റപ്പെടുത്തലുകളും ആക്ഷേപങ്ങളും മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ഉസ്ബെക്കിസ്ഥാനെതിരെ ഒരു ഉയർപ്പും ആ രൂപവും പേരും നെഞ്ചിലേറ്റുന്ന ശതകോടി ആരാധകർ അത്രമേൽ ആഗ്രഹിച്ചിരുന്നു. അവർക്ക് നിരാശരാകേണ്ടി വന്നില്ല. കാൽപന്തിനെ പ്രണയിക്കുന്നവരെ ആനന്ദിപ്പിക്കാനാണ് ജന്മമെടുത്തതെന്ന് ഹൂസ്റ്റണിലെ ആ കളിക്കളത്തിൽ അവൻ അത്രമേൽ ഉച്ചത്തിലാണ് പ്രഖ്യാപിച്ചത്. ശരാശരി പ്രായം 27 മാത്രമായ ഉസ്ബെക്കിസ്ഥാൻ യുവനിരയെ ഓടിക്കയറിയും വെട്ടിത്തിരിഞ്ഞും കബളിപ്പിച്ചത് അതിശയത്തോടെ മാത്രമേ കണ്ടിരിക്കാനാവുകയുള്ളൂ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അജ്ഞാത ലോകത്തിലേക്ക് കാലെടുത്തു വെച്ച പറങ്കി പൂർവികരുടെ അസാമാന്യ ധൈര്യവും അസാധാരണ ആത്മവിശ്വാസവും റോണോയുടെ ജനിതക ഘടനയിൽ ആവോളമുണ്ട്. അതുകൊണ്ട് തന്നെ ഹെയ്റ്റേഴ്സിന്റെ വാക്കുകൾക്ക് അവനെ തൊടാനാകില്ല. ഗോളുകൾ വിജയം എന്നതിൽ കുറഞ്ഞതിലൊന്നും തൃപ്തനാവുകയുമില്ല. ഉസ്ബെക്കിസ്ഥാൻ വലയിലേക്ക് റോണോ തൊടുത്ത ഗോളുകൾക്ക് 10 മാറ്റാണ് മൂല്യം. 6-ാം മിനിറ്റിൽ വലത് വിങ്ങിൽ നിന്ന് ജാവോ കാൻസലോ നൽകിയ ആ ലോ ക്രോസ് ഗോളിലേക്ക് തൊടുക്കാൻ പാകത്തിന് ഗോൾ മുഖത്ത് ആരും കാണാതിരുന്ന ഒരിടത്തേക്ക് അതിവേഗം നീങ്ങിയ റോണോ ഒട്ടും പതർച്ചയില്ലാതെ അനായാസം ലക്ഷ്യം കാണുകയായിരുന്നു. അതുവരെ അവൻ ഉള്ളിൽ അത്രമേൽ സമ്മർദ്ദം അനുഭവിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഗോളിന് പിന്നാലെ തൻ്റെ വിഖ്യാതമായ ആ സൂയി സെലിബ്രേഷനും കാണാമായിരുന്നു. അതുകൊണ്ടാണ് ആ ഗോളിന് പിന്നിലെ തൻ്റെ വിഖ്യാതമായ സൂയി സെലിബ്രേഷൻ മറന്നതും. 2-ാം ഗോളിലും പ്രതിഭയുടെ അസാമാന്യ പാഠവും ദൃശ്യമായി. മറ്റുള്ളവർക്ക് പ്രയാസമാണെന്ന് തോന്നുന്ന ആംഗിളിൽ നിന്ന് ഗോളിയെ ഒറ്റ ഫേക്കിൽ വീഴ്ത്തി തനിക്ക് മാത്രം കാണാൻ സാധിക്കുന്ന വഴിയിലൂടെ പന്തിനെ ഗോൾ വലയിലേക്ക് നയിച്ചു. പിന്നീട് അയാൾ ആ സെലിബ്രേഷൻ ഇടുന്നുണ്ട്. 1000 ഗോളെന്ന നേട്ടത്തിലേക്ക് ഒറ്റക്ക് കുതിക്കാൻ സാധിക്കുന്നത് ഈ ഗോളടി മികവിലാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിലും റയൽ മാഡ്രിഡിലും കണ്ണിറയെ കണ്ട പറന്നു കളിക്കുന്ന വിങ്ങറിൽ നിന്ന് സമ്പൂർണ്ണ സെൻറ്റർ ഫോർവേഡിലേക്ക് രൂപമാറ്റം വന്ന റൊണാൾഡോയാണിത്. തൻ്റെ ശാരീരിക സാഹചര്യങ്ങൾക്കനുസരിച്ച് പുതിയ വേഷത്തിലേക്ക് സ്വയം പകരുകയായിരുന്നു. കളിയും കളിക്കളവും കൃത്യമായി മനസ്സിലാക്കിയ പക്വതയുടെ തിരിച്ചറിവാണിത്. ഇന്ന് നൽകിയ പിന്തുണ ടീമംഗങ്ങൾ തുടർന്നാൽ ലോകകപ്പിൻ്റെ അവസാന ഘട്ടം വരെ റോണോയെ നിങ്ങൾക്ക് കാണാനാകും. ലോകത്ത് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു കായിക താരത്തിന്, സോഷ്യൽ മീഡിയയിൽ 100 കോടി ഫോളോവേഴ്സ് ഉള്ള ഭൂമിയിലെ ഏക മനുഷ്യന് ഇനിയും ഏറെ നാൾ കളിക്കളത്തിൽ തുടരാൻ സാധിക്കട്ടെ. ഫുട്ബോൾ ആരാധകരെ ആനന്ദത്തിൽ ആറാടാൻ സാധിക്കട്ടെ. വയസ്സൊരു സംഖ്യ മാത്രമാണ്. വിശ്വാസവും പരിശ്രമവും ഉണ്ടെങ്കിൽ ചരിത്രം വീണ്ടും വീണ്ടും എഴുതാം. സ്വപ്നം കാണുവാൻ പലരുമുണ്ട്. പക്ഷേ ആ സ്വപ്നങ്ങൾക്കായി ജീവിതം സമർപ്പിക്കുന്നവനാണ് ഇതിഹാസങ്ങളാകുന്നത്. ലോകകപ്പിന്റെ ചരിത്രം എഴുതുന്ന പോരാളിയാണവൻ. ഹൃദയങ്ങൾ കീഴടക്കുന്ന മഹാനായകനാണവൻ. അതെ, ക്രിസ്ത്യാനോ റൊണാൾഡോ. ഇന്നലെ ഉസ്ബെക്കിസ്ഥാനെതിരെ 5-0 ജയിച്ചത് വെറുമൊരു ജയം മാത്രമല്ല, അസാധാരണമായ ഒരു യാത്രയുടെ മറ്റൊരു സ്വർണ്ണാധ്യായമാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന പേര് ഇന്ന് ഫുട്ബോൾ താരത്തിന്റെ ഒരു പേര് മാത്രമല്ല, ഹാർഡ് വർക്കിന്റെയും അർപ്പണബോധത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും ജീവനുള്ള ഒരു പ്രതീകമാണ്. ലോകകപ്പിന്റെ 6 പതിപ്പുകളിലായി ഗോൾ നേടുന്ന ആദ്യ താരമെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയ അദ്ദേഹം പോർച്ചുഗലിനായി എക്കാലത്തെയും ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരമെന്ന റെക്കോർഡും ലോകകപ്പിൽ പോർച്ചുഗലിനായി ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരമെന്ന നേട്ടവും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിച്ചു. രാജ്യത്തിനായി 140-ലധികം ഗോൾ നേടിയ റൊണാൾഡോ ദേശീയ ടീമുകളുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഗോൾ വേട്ടക്കാരനായി ഇന്നും തലയുയർത്തി നിൽക്കുകയാണ്. എന്നാൽ റൊണാൾഡോയുടെ മഹത്വം കണക്കുകളിലും റെക്കോർഡുകളിലും മാത്രം ഒതുങ്ങുന്നതല്ല. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് സഹായഹസ്തം നീട്ടിയ വ്യക്തിയാണ് റൊണാൾഡോ.
പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന മനുഷ്യരുടെ വേദനയിൽ പങ്കുചേരുകയും തൻ്റെ പ്രശസ്തമായ മനുഷ്യസ്നേഹത്തിൻ്റെ ശബ്ദമാവുകയും ചെയ്തിട്ടുണ്ട്. ഗസയിലെ കുട്ടികളുടെ ജീവിതത്തെക്കുറിച്ച് പലതവണ ശബ്ദമുയർത്തുകയും സഹായ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുകയും റോണോ ചെയ്തിട്ടുണ്ട്. ഒരു മഹാനായ ഫുട്ബോൾ താരത്തിന് സമൂഹത്തോടുള്ള ഉത്തരവാദിത്വവും ഉണ്ടെന്ന് അദ്ദേഹം തൻ്റെ പ്രവൃത്തികളിലൂടെ തെളിയിച്ചവനാണ്. മറുവശത്ത് ഉസ്ബെക്കിസ്ഥാനും ലോക ഫുട്ബോളിൽ സ്വന്തം സ്ഥാനമുറപ്പിക്കാൻ പോരാടുന്ന ഒരു രാജ്യമായിരുന്നു. ഏഷ്യൻ ഫുട്ബോളിൻ്റെ വളർച്ചയും പ്രതീക്ഷയും പ്രതിനിധീകരിക്കുന്ന മനോഹരമായ കഥകളിലൊന്നാണ് അവരുടെ മുന്നേറ്റം. ഈ വമ്പൻ ജയത്തോടെ പോർച്ചുഗൽ ഗ്രൂപ്പ് കെയിൽ ശക്തമായ നിലയിലാണ് മുന്നേറിയത്. ആദ്യ മത്സരത്തിൽ കോങ്കോയോട് സമനില വഴങ്ങിയെങ്കിലും ഉസ്ബെക്കിസ്ഥാനെതിരെയുള്ള 5 ഗോളിന്റെ വിജയം ഗോൾ വ്യത്യാസത്തിലും ആത്മവിശ്വാസത്തിലും വലിയ നേട്ടമായിരിക്കുകയാണ്. റൊണാൾഡോയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. സ്വപ്നങ്ങൾക്ക് പ്രായമില്ല, ലക്ഷ്യങ്ങൾക്ക് അതിരുകളില്ല, മനുഷ്യ സ്നേഹത്തിന് പകരമൊന്നുമില്ല. ഗോളുകൾ നേടാം, റെക്കോർഡുകൾ സൃഷ്ടിക്കാം, കിരീടങ്ങൾ സ്വന്തമാക്കാം. പക്ഷേ കാലം കടന്നുപോയാലും ജനങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കുന്നത് മനുഷ്യനെന്ന നിലയിൽ ഉയരുവാനാണ്. ചരിത്രം റെക്കോർഡുകൾ ഓർക്കും, ഫുട്ബോൾ ഗോളുകൾ ഓർക്കും. പക്ഷേ മനുഷ്യർ ഓർക്കുന്നത് ഹൃദയങ്ങളെ സ്പർശിച്ച ആ മനുഷ്യരെയാണ്. അതുകൊണ്ടാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു മഹാനായ ഫുട്ബോൾ താരം മാത്രമല്ല എന്ന് ഞാൻ പറയുന്നത്. ഒരു തലമുറയെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഒരു ഇതിഹാസം കൂടെയാണ്.